നമസ്കാരം. ഞാൻ എന്നിട്ട് ചെറിയൊരു ഡാൻസ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡാൻസ് മേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ആണ്. ഒരുപാടൊന്നും മേക്കപ്പിനെ കുറിച്ച് നോളേജ് ഇല്ല, ബട്ട് സിമ്പിളായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രൈമറാണ് യൂസ് ചെയ്തത്. പ്രൈമർ ഞാൻ എപ്പോഴും ബേസ് ചെയ്യുന്നതിന് മുന്നേ പ്രൈമർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ്, ഒരുപാട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവില്ല, സ്കിന്നിന് ഡാമേജ് വരില്ല. അപ്പം പ്രൈമർ കംപ്ലീറ്റ്ലി ഫേസ്, ഫോർഹെഡ്, നെക്ക് എല്ലാം കംപ്ലീറ്റ്ലി പ്രൈമർ അപ്ലൈ ചെയ്തു. അതിനുശേഷം കൺസീലർ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ കൺസീലർ കം ഫൗണ്ടേഷനാണ്. അപ്പോൾ ജസ്റ്റ് അത് കംപ്ലീറ്റ്ലി ഡോട്ട് ഇട്ട് ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്തു, കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്തു. കണ്ടു രണ്ട് സൈഡിലെ വ്യത്യാസം. ലൈറ്റ് ഷെയ്ഡാണ്, ഇത് എൻ്റെ കറക്റ്റ് ടോണാണ് വരുന്നത്. ലൈറ്റ് ഷെയ്ഡിലാണ് യൂസ് ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ്ലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. പിന്നെ ഷുഗറിൻ്റെ കാപ്പച്ചിനോ ആ ബ്രാൻഡാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തത്. ആ ഒരു കോമ്പാക്റ്റ് കംപ്ലീറ്റ്ലി ഫോർഹെഡും നെക്കിലും ഒക്കെ ലൈറ്റായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് വിട്ടുള്ളൂ, ഒരുപാട് കോമ്പാക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം എൻ്റെ ബേസ് ടോണ് ഇതാണ്. ഇനി അടുത്ത ടാസ്ക് പുരികാണ്. പുരിക ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ബ്രഷ് ചെയ്തു, ഡസ്റ്റൊക്കെ പോക്കി ബ്രഷ് ചെയ്തു. പിന്നെ ഒരു ബ്രൗൺ ഐജലാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഔട്ട്ലൈൻ വരച്ച് അത് ഫില്ല് ചെയ്യാറാണ് പതിവ്. ചില സമയമൊക്കെ എനിക്ക് പുരികം അത്ര റെഡിയായി കിട്ടാറില്ല, ചില സമയം ഓക്കെ ആയിട്ട് കിട്ടാറുണ്ട്. ബട്ട് ഇന്ന് എന്തോ നന്നായിട്ട് കിട്ടി. അപ്പം പുരികം വരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, കൺസീലർ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാസൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോക്കാറുണ്ട്. എക്സ്ട്രാസൊക്കെ അതിൽ ഹൈഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നീറ്റാക്കാറുണ്ട്. ഞാൻ രണ്ട് പുരികം ഏകദേശം സെറ്റായി. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഐ ഷേഡോ ആണ്. ഐ ഷേഡോ ഞാൻ പൊതുവേ ബേസ് ആയിട്ട് ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡാണ് ബേസ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് തിക്ക് ബേസ് ആയതുകൊണ്ട് ആ കളർ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അതിനുശേഷം ഡേയും ഈവനിങ് നൈറ്റോ പ്രോഗ്രാം അനുസരിച്ചിട്ട് ഐ ഷേഡിൻ്റെ ഡാർക്കും ലൈറ്റ്നസ് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ അല്ലെ കോപ്പറിഷ് ബ്രൗൺ ആൻഡ് റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ഐ ഷേഡാണ് യൂസ് ചെയ്തത്, ഈവനിങ് പ്രോഗ്രാം ആയതുകൊണ്ട്. അതിനുശേഷം ഷുഗറിൻ്റെ ഗ്ലിറ്റർ ജസ്റ്റ് കണ്ണിൽ ടാബ് ചെയ്ത് കൊടുത്തു. ഒരുപാട് ആ ഗ്ലിറ്റർ എഫക്റ്റ് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഫിംഗർ കൊണ്ട് ടാബ് ചെയ്ത് കൊടുത്തു. അപ്പം എൻ്റെ ഐ ഷേഡ് ഏകദേശം സെറ്റായി. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കണ്ണ് എഴുതലാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഷുഗറിൻ്റെ ഐജെല്ലാണ്. അത് ഒരുപാട് എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ആവില്ല, ബട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇനി അടുത്ത ടാസ്ക്കാണ് പുട്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയത്, പുരികത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വൈറ്റ് ഗോൾഡൻ ഐ ഷെയ്ഡ് വെച്ചിട്ട് അത് എന്ത് ചെയ്തു, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നാൽ പുരികം ഒന്ന് ഹൈലൈറ്റായി കാണിക്കും. ആ പൊട്ടിൽ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ലൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ആക്രിലിക് വൈറ്റ് ക്യാമലിൻ്റെ പെയിൻറ്റ് വെച്ചിട്ട് ഡോട്ട് കൊടുത്തു. അന്ന് പൊട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പൊതുവേ ഷുഗറിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും അത് എൻ്റെ സ്കിൻ ടോൺ നല്ല മാച്ചുമാണ്. പ്ലസ് ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഷുഗറിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ഒന്ന് തുടച്ചു വിട്ടു എന്ന് പറയാം. ഒരുപാട് ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ല. ചീക്സിലും നോസിലും ഫോർഹെഡിലും എന്ത് ചെയ്തു, ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം എന്താണ്, ഷുഗറിൻ്റെ തന്നെ ബ്ലഷർ വെച്ചിട്ട് ചീക്സൊക്കെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുത്തു. ഇതാണ് എൻ്റെ നൈസ് ആയിട്ടുള്ള എപ്പോഴും ടൈം ചുരുങ്ങിയിട്ടുള്ള ചെറിയ മേക്കപ്പ് ടെക്നിക്സ്. കുഴപ്പമില്ല അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സിങ്ങിലേക്ക് നമുക്ക് പോവാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലാവൻഡർ മാംഗോ യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാസ്റ്റിലുള്ള ഡ്രസ്സാണ്. പൊതുവേ ഞാൻ ഉടുത്തുകെട്ട് ഡ്രസ്സാണ് എപ്പോഴും ചൂസ് ചെയ്യുക. അതുകൊണ്ട് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണ്ട, നമുക്ക് തന്നെ പെട്ടെന്ന് ഉടുക്കാം. അധികം പിന്നിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേണ്ട സ്ഥലത്ത് മാത്രം ഒന്ന് പാച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പിന്ന് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റൈലാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയർ ചെയ്യുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റുകയും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. അതിനുശേഷം ഓർണമെൻറ്റ്സ് അധികം നെക്കാണ് ഉപയോഗിക്കാറ് ഞാൻ. പിന്നെ ഇന്ന് ഞാൻ നെക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ചൗക്കരെ, നമ്മളെ വെങ്കിടാചലപതിയുടെ ശംഖ് ചക്രം വരുന്നൊരു ചൗക്കരെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോങ് ചെയിൻ വല്ലപ്പോഴേക്കും ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ടെമ്പിളിൻ്റെ ബെൽറ്റും ഒരു വങ്കിയാണ് പൊതുവേ ഞാൻ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.